അടുത്തത് ഹൈബ്രിഡൈസേഷൻ. ഏതാണ്? ഹൈബ്രിഡൈസേഷൻ. മോസ്റ്റ് ഇമ്പോർട്ടന്റ്, എല്ലാവരും ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്ന ഒരു ഏരിയ ആണ് എന്ത്? ഹൈബ്രിഡൈസേഷൻ. എടാ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ മിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽ ഹാവിംഗ് സെയിം ഷേപ്പ്, അല്ലേ? ഇറ്റ് ഈസ് എ ഇന്റർമിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽ ഹാവിംഗ് സെയിം ഷേപ്പിനേക്കാൾ നല്ലത് സെയിം എനർജി ആൻഡ് ഷേപ്പ് ടു ഫോം ന്യൂ ഓർബിറ്റൽ ഹാവിംഗ് സെയിം സൈസ് ആൻഡ് സെയിം എനർജി. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കുക. എടാ ഹൈബ്രിഡൈസേഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് atomic orbital overlap is equal to number of hybrid orbit formed. Okay, next അങ്ങനെയാണ് നമുക്ക് ഹൈബ്രിഡൈസേഷനും ചെയ്തു നോക്കാം. എടാ ഹൈബ്രിഡൈസേഷനിലേക്ക് വരുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ ഇത് പറയാണ്. എടാ CH4 ആണെങ്കിൽ അയാളുടെ ഹൈബ്രിഡൈസേഷൻ sp3 ആയിരിക്കും. C2H4H6 ആണെങ്കിൽ അയാളുടെയും എന്തായിരിക്കും? sp3 ആണ്. എന്നാൽ C2H4 ഒരു ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആണെങ്കിൽ അയാളുടെ ഹൈബ്രിഡൈസേഷൻ ഏതാ? sp2 ആണ്. C2H2 ഒരു ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ ഏതാ? sp. ഇതങ്ങ് എന്ത് ചെയ്യുക? C2H2 ആണ് കേട്ടോ. C2H2 ഇതങ്ങ് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക കേട്ടോ. സോ ഒന്നാമത്തെ എക്സാമ്പിൾ H2O വേണ്ട, H2O വേണ്ട, PCl5 എടുക്കാം. ഇതാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. രണ്ട് മെത്തേഡിൽ ചെയ്യാം. ഒരു മാർക്കിനെ നിങ്ങളോട് ചോദിക്കുള്ളൂ. സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാന്ന് ഇപ്പൊ പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ VSEPR തിയറി പ്രകാരം ഇതിന്റെ ഷേപ്പ് കാണാം. ഷേപ്പ് ഹൈബ്രിഡൈസേഷൻ ഒരുമിച്ചാണ് ചോദിക്കുക. സോ സെൻട്രൽ ആറ്റം ഫോസ്ഫറസ് ആ, ബാലൻസ് ഇലക്ട്രോൺ എത്രയാടാ? 5 ആണ്. ബോണ്ട് പെയറോ 5 ആണ്. ലോൺ പെയറോ 0 ആണ്. കാരണം എന്താ? 5 - 5/2 ആണ്. സോ 5,0 ആണ്. അപ്പൊ നമ്മൾ ഷേപ്പ് എന്താ നമ്മൾ പഠിച്ചു? ട്രയഗണൽ ബൈ പിരമിഡൽ ആണ്. സോ ഇനി ഹൈബ്രിഡൈസേഷൻ കാണാൻ എടാ ഇയാള് രണ്ടാളി സം എടുക്ക്. 5 അല്ലേ? 5 + 0 എത്രയാ? 5 ആണ്. സോ ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ എഴുതാൻ എപ്പോഴും മനസ്സിലാക്കുക, 5 ഹൈബ്രിഡൈസേഷനാ പഠിക്കാനുള്ളത്. ഒന്ന് sp3, മറ്റൊന്ന് sp2, sp, sp3d and sp3d2. ഇങ്ങനെ 6 ഹൈബ്രിഡൈസേഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത്. എത്രയാ? സോറി, 5 ഹൈബ്രിഡൈസേഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത്. സോ നോക്കിക്കോ, ഇവിടെ 5 എണ്ണല്ലടാ. എപ്പോഴും ആദ്യത്തെ ആൾ ഏതിലാ കയറുക? എസ്സിൽ. പിന്നെ എത്ര? അപ്പൊ 5 എണ്ണത്തിൽ 1 പോയി. ഇനി എത്ര ഉണ്ട്? 4 എണ്ണം. അടുത്തത് 3 p ഓർബിറ്റൽ ആ ഫ്രീ ഉള്ളത്. അപ്പൊ 3 p ഓർബിറ്റൽ കയറി. 1 2 3. ഇനിയും ബാക്കി ഒന്നില്ലേ? അതേതാ? ഡി. ഹൈബ്രിഡൈസേഷൻ ഏതാ? sp3d. ഇത്രയേ ഉള്ളൂ. എന്താ ചെയ്യേണ്ടത്? ബോണ്ട് പെയർ പ്ലസ് ലോൺ പെയറിന്റെ എണ്ണം എടുക്കുക. അപ്പൊ 5. അപ്പൊ ഫസ്റ്റത്തെ എപ്പോഴും ഒറ്റ എസ് ഉള്ളൂ. 3 p 2 d. ഇതല്ലേ കയറണുള്ളൂ. അപ്പൊ ഫസ്റ്റ് എസ്സിൽ കയറി, പിന്നെ 3 p, പിന്നെ ഒരു d. ഓക്കെ, അങ്ങനെയാണെങ്കിൽ SF6 നോക്ക്. SF6 ആണെങ്കിൽ എന്താ വരിക? സെൻട്രൽ ആറ്റം എസ്, ബാലൻസ് ഇലക്ട്രോൺ എത്രയാ? 6. ഓക്സിജന്റെ അടിയിലാ. ബോണ്ട് പെയർ 6, ലോൺ പെയർ 0. അപ്പൊ 6,0 ഏതാ? ഒക്ടാഹെഡ്രലാ. അപ്പൊ എത്രയാ അതിന്റെ സമ്മ്? 6. സോ ഫസ്റ്റ് താള് എസ്സിൽ കയറും, പിന്നെ 3 p, പിന്നെ 2 d, sp3d. ഇനി ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ എന്ത് പറയാ? ഇറ്റ് ഈസ് എ മിക്സിംഗ് ഓഫ് 1 s ഓർബിറ്റൽ, 3 p ഓർബിറ്റൽ ആൻഡ് 2 d ഓർബിറ്റൽ ടു ഫോം. എത്ര ടോട്ടൽ? 6 അല്ലേ? ഇത് ടോട്ടൽ 6 അല്ലേടാ? S1, p3, d2 ടോട്ടൽ ടു ഫോം 6 ഹൈബ്രിഡ് ഓർബിറ്റൽ. ഓക്കെ ആണോ? ഇനി അതാ ലോൺ പെയർ ഉള്ള ഒരാൾ നോക്കാം. NH3 സെൻട്രൽ ആറ്റം നൈട്രജൻ ആണ്. ബാലൻസ് ഇലക്ട്രോൺ ആരാടാ? ബാലൻസ് ഇലക്ട്രോൺ എത്രയാ? 5. ബോണ്ട് പെയർ എത്രയാ? 3. ലോൺ പെയർ എത്രയാ? 1. സോ 3,1. നമുക്കറിയാം ഷേപ്പ് എന്താ? പിരമിഡലാ. സോ ഇതിന്റെ സം എത്രയാ? 4 ആണ്. 3 + 1 4 ആണ്. സോ ഫസ്റ്റത്തേത് എസ്, പിന്നെ 3 p, സോ sp3. 4 ആയില്ലേ? ഇതാണ് ഹൈബ്രിഡൈസേഷൻ. അപ്പൊ ഇതുപോലെ നിങ്ങൾ എന്തിന്റെയൊക്കെ കാണാ?
H2O കാണാ, SO2 കാണാ, CO2 ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം കേട്ടാ. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.